അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് അധികം പുളിപ്പില്ലാത്ത കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം അതിന്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇനി ഈ തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഒട്ടും തൈരിൽ വെള്ളത്തിന്റെ അളവ് ഉണ്ടാവാൻ പാടില്ല. നല്ല കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ നമ്മൾ എടുക്കുന്ന തൈരിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചെറിയ ഹോളുള്ള അരിപ്പയിൽ നമ്മൾ ഈ തൈര് വെച്ചിട്ട് എടുത്താൽ ആ വെള്ളത്തിന്റെ അംശമൊക്കെ നമുക്ക് മാറിക്കിട്ടും. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഈ തൈരിട്ടിട്ട് ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുത്താലും മതി. വെള്ളത്തിന്റെ അംശം മുഴുവനും മാറിയിട്ട് വേണം തൈര് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയുള്ള തൈര് വേണം ഈ റെസിപ്പിക്ക് എടുക്കാൻ. അപ്പൊ തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ച പാലിൽ നിന്നും 3 ടേബിൾ സ്പൂൺ പാല് എടുത്ത് മാറ്റാം. ഇപ്പൊ 3 ടേബിൾ സ്പൂൺ പാല് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച 3 ടേബിൾ സ്പൂൺ പാല് ആ ചൂടോടുകൂടി തന്നെ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 രൂപയുടെ ബ്രൂ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്. ഇത് എത്ര ടീസ്പൂൺ ഉണ്ടെന്ന് അളന്ന് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, 1 ടീസ്പൂൺ കോഫി പൗഡർ ആണ് ഇതാ കിട്ടിയിട്ടുള്ളത്. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 2 ടീസ്പൂൺ വരെ കോഫി പൗഡർ എടുക്കാം. ഏത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആ ചൂടുപാലിൽ തന്നെ കോഫി പൗഡർ കലക്കി എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടകൾ പോലെ കിടക്കും. അപ്പൊ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പാല് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇളക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം കൂട്ടിയിടരുത്, ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഈ പാൽ ഇവിടെ ഇരുന്ന് ഒന്ന് കുറുകി വരട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ഒരു 2 മിനിറ്റ് ആയപ്പോൾ പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടിയാണ് വെക്കേണ്ടത്. ഈ പാല് നല്ലതുപോലെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും എടുക്കാവുന്നതാണ്. 1 കപ്പ് പാൽപ്പൊടിയിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പൊ ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇപ്പൊ റെഡിയായി കിട്ടും. ഇപ്പൊ ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോവും. ഇപ്പോൾ 1 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഇനി ഫ്ലെയിം ഓഫാക്കി ചൂട് മാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട കെട്ടി പോവും. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം മാറി ഒന്നും കൂടി കുറുകി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 250 ml കപ്പിന് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്താൽ മതി. അപ്പൊ നമ്മൾ തയ്യാറാക്കി എടുത്ത കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉടച്ച് മാറ്റി വെച്ച തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടൻസ് മിൽക്ക് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉടച്ചു വെച്ച തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പം നമ്മൾ കോഫി പൗഡർ പാലിൽ മിക്സ് ചെയ്ത് ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ എസൻസോ ഏലക്ക പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കോഫി പൗഡറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കണ്ടൻസ് മിൽക്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മധുരം പോരാ. 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പൊടിച്ച് തന്നെ എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടില്ല. ഇതും ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ചിട്ട് തന്നെ എടുക്കുക. പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര പൊടിച്ച് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയെല്ലാം ഇതാ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല, ഒരുപാട് കുറുകി അങ്ങ് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ മാത്രമേ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനിപ്പോൾ നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വീട്ടിലുള്ള ഏതെങ്കിലും പാത്രം എടുത്താലും മതി. ഇനി നെയ്യ് ബ്രഷ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് മൂടി കൊടുക്കാം. ഒരു മൂടി കൊണ്ട് മൂടിക്കൊടുക്കുക, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്താ അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ വേണോ നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ടൈറ്റായ മൂടി എടുത്ത് മൂടി കൊടുത്താലും മതി. ഇപ്പൊ ഞാനൊരു പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു റിങ്ങും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു റിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്താലും മതി. ഇപ്പൊ ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ ആവിയേറ്റി എടുക്കാം. ഇതുപോലത്തെ ഹോളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. ഹോളില്ലാത്ത അടപ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇത് വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ഒട്ടിപ്പിടിക്കാതെ അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ ഇതിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് മാറ്റി നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചൂട് മാറിയതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. മൂടി വേണം വെക്കാൻ. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇത് ചൂട് മാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ നോക്കരുത്. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നല്ലതുപോലെ സെറ്റ് ആയതിനു ശേഷം മാത്രമേ എടുക്കാവൂ. ഇപ്പൊ കണ്ടില്ലേ, നല്ല സെറ്റ് ആയിട്ട് ഇതാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി ഈ കേക്ക് ടിന്നിന്റെ പുറത്ത് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി കേക്ക് ടിന് മെല്ലെ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സ്മൂത്ത് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന്. കത്തിയിൽ ഒട്ടിപ്പിടിക്കോ പൊടിഞ്ഞോ ഒന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പുറത്ത് കുറച്ച് പിസ്തയും കുങ്കുമപ്പൂവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാനാണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റും ആണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ഇതിൽ കോഫി പൗഡർ ചേർത്തതുകൊണ്ട് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് കിട്ടുന്നത്. എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം ആണെങ്കിലോ നമുക്ക് പെട്ടെന്ന് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിയാലോ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഈ ഒരു പുഡിങ്ങിന് ഒരുപാട് ചേരുവയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും തൈരും കോഫി പൗഡറും വെച്ചിട്ട് ഇതുപോലൊരു പുഡിംഗ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ വേഗം തന്നെ തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്